ഇന്നലെ ചെയ്തു ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ. എന്താണ്? ഇന്നലെ ചെയ്തു ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ. ഈ കവിവാക്യം ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. വിഷയം കുറച്ചു വർഷം മുമ്പുണ്ടായ ശബരിമലയിലെ ആർത്തവ ലഹളയും ഇപ്പോൾ തേങ്ങ ഉരുട്ടൽ വിവാദവും ഉടുമുണ്ട് വിവാദവും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഭക്തിഭ്രാന്ത് മൂത്താൽ, കഠിനമായാൽ, അതികഠിനമായാൽ കോടതിക്കും തടയാൻ കഴിയുമോ? ഇനി കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ സർക്കാരുകൾക്ക്, ഗവൺമെൻറ്റുകൾക്ക് അത് നടപ്പാക്കാൻ കഴിയുമോ? ഈ ഭക്തിഭ്രാന്തിന് മുമ്പിൽ ഈ ശശികല, തില്ലങ്കേരി, സുരമാർ അടക്കി വാഴുന്ന ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ശബരിമലയിലെ കോടതി വിധിയും സ്ത്രീ പ്രവേശന വിളംബരവും അതിന് പിന്നാലെ ഉണ്ടായ ആർത്തവലഹളയുമൊക്കെ നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് അതൊക്കെ ഓർത്തുപോകുന്നു, പേടിയാവുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ഈ ആർത്തവലഹളയുടെ പിന്തുടർച്ചയായിട്ട് വന്നിരിക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ വിധി നമ്മൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ആ വിധി? ആ വിധി ഇതാണ്. അതായത് ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും എസ് മുരളീകൃഷ്ണയും ചേർന്ന ബെഞ്ചിൻ്റെ വിധി, അതായത് മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ ആചാരപരമല്ല. ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, പമ്പാ നദിയിൽ കുളിച്ചു കഴിഞ്ഞ് തുണി ഒഴുക്കുന്നതും ആചാരമല്ല. അപ്പോൾ തേങ്ങ ഉരുട്ടലും മഞ്ഞപ്പൊടി വിതറലും ഉരുട്ടലും മാളികപ്പുറത്ത് ശബരിമല സന്നിധാനത്ത്, അതും പമ്പയിൽ കുളിച്ചു കഴിഞ്ഞ് സ്നാനം, പമ്പാ സ്നാനം ആണല്ലോ, സ്നാനം കഴിഞ്ഞ് ഉടുമുണ്ട് വലിച്ച് എറിഞ്ഞ് ഒഴുക്കുന്നതും പമ്പാ നദിയിലെ ഓളപ്പരപ്പിൽ ഒഴുക്കുന്നതുമൊക്കെ ആചാരമല്ല. അത് ആചാരവിരുദ്ധമാണ്. അങ്ങനെ ആചാരങ്ങളില്ല. അത് തടയാൻ ദേവസ്വം ബോർഡും ബന്ധപ്പെട്ടവരും തയ്യാറാവണം എന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ തന്ത്രി കണ്ഠരര് രാജീവരരും ശരിവെച്ചിരിക്കുന്നു. കോടതി വിധിയിൽ പറയുന്നത് സത്യമാണ്, ഇതൊന്നും ആചാരമല്ല. അപ്പോൾ ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ആചാരമാകും. എങ്ങനെയാണ് ഈ ആചാരം വന്നത്? എങ്ങനെയാണ് ഇത് ആചാരം പോലെ ആക്കിയത്? എങ്ങനെയാണ്? അത് രസകരമാണ്. അതായത് ഈ ഭക്തിഭ്രാന്തിൻ്റെ മറ്റൊരു വശമാണ്. അതായത് പണ്ടെന്നോ പമ്പാ നദിയിലെ പമ്പാ ത്രിവേണിയിലെ ഏതോ ഒരു ചെങ്ങന്നൂരെ സ്വാമി കുളിക്കാനിറങ്ങി. ഒഴുക്കുള്ള സമയമാണ്, തീർത്ഥാടന കാലം, അത്യാവശ്യം വെള്ളമൊഴുക്കുണ്ട്. കുളിക്കുന്നിടയിൽ ചെങ്ങന്നൂർ സ്വാമിയുടെ തുണി അഴിഞ്ഞ് പമ്പാ നദി കൂടെ ഒഴുകിപ്പോയി. ഓളപ്പരപ്പിൽ ഒഴുകിപ്പോയി ഒഴുക്കില്ല. ചെങ്ങന്നൂർ സ്വാമി ചാടി പിടിക്കാൻ നോക്കിയിട്ടും തുണി കിട്ടിയില്ല, അതങ്ങ് പോയി. പൂർണ്ണ നഗ്നനായ സ്വാമി വീണടം വിദ്യയാക്കി എന്നാണ് കഥ. എന്താണ് വീണടം വിദ്യയാക്കിയത്? നഗ്നനാണ്. പെട്ടെന്ന് പുള്ളി വെള്ളത്തിൽ ഇരുന്നിട്ട് കൈകൂപ്പി അയ്യപ്പനോട് പ്രാർത്ഥിച്ചു, സാക്ഷാൽ അയ്യപ്പനോട്. എന്താണ് പ്രാർത്ഥിച്ചത്? തൊഴുകയോട് പറഞ്ഞു, അയ്യപ്പാ അയ്യപ്പാ, എൻ്റെ പാപങ്ങൾ വസ്ത്രരൂപത്തിൽ പാപം മരച്ചിട്ട പമ്പയിൽ ഒഴുകിയിട്ടുണ്ട്, എല്ലാം പൊറുക്കേണമേ. ഇത് കേട്ടുകൊണ്ട് സമീപത്ത് പമ്പാ നദിയിലെ ത്രിവേണിയിൽ കുളിച്ചുകൊണ്ടിരുന്നവർ ഇത് കേട്ടിട്ട് അവരും തുണി ഒഴുക്കാൻ തുടങ്ങി, ഉടുമുണ്ട് അഴിച്ചൊഴുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ആചാരം ഇല്ല എന്നാണ് ഇപ്പോൾ കോടതി വരെ പറയേണ്ടി വന്നത്, ഡിവിഷൻ ബെഞ്ചിന് പറയേണ്ടി വന്നത്. അപ്പോൾ ഉടുതുണി ഇല്ലാ സ്വാമി നഗ്നനായി പ്രാർത്ഥിക്കുന്നത് തൊട്ടടുത്തുള്ള സ്നാനികളായ കുളിക്കാൻ വന്ന മറ്റുള്ള ഭക്തർ, തീർത്ഥാടകരും കണ്ട് അവരും കണ്ടവർ തുണി അഴിച്ച് ഒഴുക്കാൻ തുടങ്ങി. തടയാൻ ശ്രമിച്ചിട്ടും രക്ഷയില്ല. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടും മേലുകീഴ് ശാന്തിമാരും തന്ത്രിമാരും ഒക്കെ പറഞ്ഞിട്ടും ഇത് ആചാരമായിട്ട് അങ്ങ് മാറി. ഏത്? പമ്പാ നദിയിലെ തുണി ഒഴുക്കലും ഉടുതുണി ഒഴുക്കലും, കുളിച്ചു കഴിഞ്ഞ് അങ്ങ് ഒഴുക്കുക, അതും അയ്യപ്പന് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതുപോലെ മാളികപ്പുറത്തെ ഈ പറയുന്ന തേങ്ങ ഉരുട്ടലും മഞ്ഞപ്പൊടി വിതരണവും. ഈ തേങ്ങ ഉരുട്ടലും മഞ്ഞപ്പൊടിക്കകത്ത് ഇതേപോലെ ഒരു കഥയുണ്ട്. നടന്ന സംഭവം സാധ്യതയുണ്ട്.
അതിതാണ് എന്താണ്, പണ്ട് ഏതോ സ്വാമിയുടെ ഇരുമുടി കെട്ടിന്ന് ഈ തേങ്ങ താഴെ വീണുപോയി. കാരണം ഇത് ഭാരമുള്ളതാണല്ലോ തേങ്ങ. ഇരുമുടി കെട്ടിന്ന് അബദ്ധത്തിൽ ഈ തേങ്ങ താഴെ വീണ തേങ്ങ ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അതൊന്ന് ഉരുളും, മാളികപ്പുറത്ത് അതൊന്ന് ഉരുണ്ടപ്പോൾ അതിൽ ഈ മഞ്ഞപ്പൊടി കെട്ടും പൊട്ടി വീണപ്പം മഞ്ഞപ്പൊടി കൂടി തേങ്ങ ഉരുണ്ടങ്ങ് രൂപം മാറി മഞ്ഞത്തേങ്ങയായി. അപ്പം ഇതും ഒരാചാരമായിട്ട് കൂടെ നിന്നവരങ്ങ് മാറ്റി. അപ്പോൾ ഇരുമുടി കെട്ടിന്ന് മഞ്ഞപ്പൊടി എടുക്കുക, തേങ്ങ ഉരുട്ടുക, ഇരുമുടിക്കെട്ടിലുള്ള തേങ്ങ എടുത്ത് ഉരുട്ടുക, അല്ലെ കയ്യിലുള്ള തേങ്ങ ഉരുട്ടുക, അതങ്ങനെ അടുത്ത ആചാരമായി ഇവിടെ സന്നിധാനത്ത് മാളികപ്പുറത്ത്. ഇത് പണ്ട് ശബരിമല ആർത്തവ ലഹള സമരക്കാലത്ത് പിന്നെ സാക്ഷാൽ സുരേന്ദ്രൻ ഈ തോളത്തിരുന്ന ഇരുമുടിക്കെട്ട് ബോധപൂർവം ചിറ്റാർ പോലീസ് സ്റ്റേഷന്റെ തറയിൽ ഇട്ടതുപോലുള്ളതല്ല. ഇത് അബദ്ധത്തിൽ വീണുപോയ തേങ്ങ ഉരുണ്ട് മഞ്ഞപ്പൊടി പിടിച്ചതാവണം. രണ്ടും രണ്ടാണ്, അബദ്ധത്തിൽ പെട്ടുപോയതാണ്. അപ്പം ഇങ്ങനെയാണ് ആചാരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കവി വാക്യം ഒന്നുകൂടി ഓർക്കുക. ചണ്ടാല ഭിക്ഷുകിയിൽ കുമാരനാശാൻ പാടിയതാണ്, എഴുതിയതാണ്. എന്ത്? ഇന്നലെ ചെയ്തോരബദ്ധം, അബദ്ധമാണ്, അബദ്ധത്തിൽ പെട്ടുപോയത്, ബോധപൂർവമല്ല. മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം. എത്ര മനോഹരമായ ആചാരങ്ങളാണെന്ന് നോക്കുക. നാളത്തെ ശാസ്ത്രം അത് സയൻസ് വൽക്കരിക്കും, ശാസ്ത്രീയമാക്കും. അതിൽ മൂളായിക സമ്മതൻ രാജൻ. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഇന്നത്തെ വിഷയമാണിത്. ശബരിമല ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു മുന്നറിയിപ്പ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം ഈ പുതിയ ആചാരങ്ങൾ ഇങ്ങനെ വന്നു പോയാൽ എന്താവും സ്ഥിതി? പഴയ ആചാരങ്ങൾ നിർത്താൻ കോടതി വിധി വന്നിട്ടും സർക്കാരുകൾ ശ്രമിച്ചിട്ടും ദേവസ്വം ബോർഡ് ശ്രമിച്ചിട്ടും നടക്കാത്തിടത്താണ് ഇപ്പം പുതിയ നീക്കവുമായിട്ട് ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഇടപെടേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ദേവസ്വം ബോർഡും അധികാരികളും ബന്ധപ്പെട്ടവരും ഒക്കെ ഇടപെട്ട് ഈ ആചാരങ്ങളൊന്ന് നിർത്തി കിട്ടാൻ. ഇത് ആചാരമല്ലെന്ന് പറഞ്ഞല്ലോ. ഈ പമ്പാ നദിയിൽ ടൺ കണക്കിന് ഒഴുക്കുക എന്ന് പറയുന്നത്, ടൺ കണക്കിന് തുണി ഒഴുക്കുക. എത്ര ടൺ കണക്കിന് തുണികൾ അവർ തീർത്ഥാടന കാലം കഴിയുമ്പം ത്രിവേണി പമ്പയിൽ നിന്ന് ഒഴുകി താഴെ പമ്പാ നദിയെ മാലിന്യ നദിയാക്കി നിർത്തുന്നത്, മാലിന്യ നദിയാക്കി പമ്പയെ മാറ്റുന്നത് ഈ പഴംതുണിക്കെട്ടുകൾ. എത്ര ടൺ കണക്കിനാണ് തുണി പമ്പയിൽ നിന്ന് ഒഴുകിപ്പോകുന്നത്. അതേപോലെ സന്നിധാനത്തെ ഈ പറയുന്ന ഈ തേങ്ങ ഉരുട്ടലും മഞ്ഞപ്പൊടി വിതരണവും, ഇത് രണ്ടെണ്ണം നിർത്തി കിട്ടിയാൽ തന്നെ എത്രയോ തീർത്ഥാടകർക്ക് ആശ്വാസമാകും. പരിസ്ഥിതി മലിനീകരണം എത്രയും കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കുക. കോടതി ഇടപെടൽ എന്തായാലും സ്വാഗതാർഹമാണ്. സർക്കാർ നടപടികൾ എടുക്കുമെന്ന് വിചാരിക്കാം. സംഘപരിവാർ കക്ഷികൾ രംഗത്ത് ശശികലമാരും സുരമാരും തില്ലങ്കേരിമാരും ഒക്കെ ഇറങ്ങിത്തിരിച്ചാൽ വീണ്ടും പ്രശ്നങ്ങളാവാൻ സാധ്യതയുമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം.